മോളെ ഒരു 3-4 ദോഷം കൂടി കയറ്റി വിട്ടേ. ഇയാളുടെ വയറെന്താ അറബിക്കടല? ഒന്ന് ചുമ്മാതിരി, എടുത്ത് കൊടുക്ക്. വക്കീൽ സാറേ, വക്കീൽ സാറേ, അപ്പൊ അടുത്ത കേസ് ഉണ്ടാക്കിയിട്ട് കാണാം. എടാ, ഉപദേശിച്ചാൽ നീ ഒന്നും നന്നാവാൻ പോണില്ല. അതുകൊണ്ട് നശിപ്പിലൂടെ മുന്നേറി പോകാനുള്ള ഒരു ഉപദേശം ഞാൻ തരാം. എടാ, ഏതായാലും നീയൊക്കെ തരികിട ജമ്മുവായിപ്പോയി. എന്നാ നല്ല 2 തരികിട പണി ചെയ്ത് കാശുണ്ടാക്കാൻ നോക്ക്. കാശുണ്ടാക്കിയ ഞങ്ങളൊക്കെ അഹങ്കരിച്ചു പോകും വക്കീൽ സാറേ. കുറച്ചാളെങ്കിലും ഞങ്ങൾ അഹങ്കാരമില്ലാതെ ഒന്ന് കഴിഞ്ഞോട്ടെ. സാർ അൺഫിറ്റാ. സാറിനെ സാറിന്റെ വരാന്തെ പ്രതിഷ്ഠിച്ചിട്ട് വാ. അതെ, ചേച്ചി വായിൽ ഉറക്കുന്ന മുമ്പ് എങ്കിൽ പോന്നേക്കണം. അല്ലെ സാറിനെ പറയുന്ന ചീത്ത കേട്ടിട്ട് നീയൊക്കെ ചീത്തയായി പോവും. അപ്പാ, ദേ വലിയേട്ടൻ. ഉദ്യോഗം കഴിഞ്ഞ് മക്കളിങ്ങ് എത്തിയോ? ഇന്നിത്തിരി വൈകി. എന്താണെന്ന് അറിയില്ല, ഇന്നും ഭയങ്കര വിശപ്പ്. ആശാനെ 2 ദോശ എടുത്തൊക്കെ മലത്തി അടിച്ചേ. എനിക്കൊരു ത്രിബിൾ ഓംലെറ്റും. ത്രിബിൾ ആക്കണ്ടടാ, ഫോറബിൾ ആക്കാം. ആശാന്റെ ഇഷ്ടം. ഇവന്റെ ഒക്കെ ഓർഡർ കേട്ടാ ഏതാണ്ട് കാശ് തരുന്ന പോലെയാ. നിനക്കൊന്നും ഇവിടുന്ന് പച്ച വെള്ളം തരത്തില്ല. അവന്റെയൊക്കെ തന്തമാരെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പനും കൂടെ ഇങ്ങനെ ഉടങ്ങിയവന്മാർ എന്തോ ചെയ്യും? എടാ, നിനക്ക് നിന്റെ കൂട്ടുകാർക്കും ചെലവിന് തരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാടാ. യുവമാരാ നിന്നെ കൊണ്ട് കിടന്ന് ചീത്തയാക്കണേ. ആശാനെ, ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. തലയെ ഞങ്ങള് ചീത്തയാക്കിയിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. ഈ തലയുടെ ഫാൻസാ ഞങ്ങള്. ആശാന്റെ ഗുസ്തി കണ്ട് കണ്ട് ആദ്യം ആശാനോടായിരുന്നു ആരാധന. ആശാന്റെ മോനായതുകൊണ്ട് അല്പം ആരാധന തലയിലോട്ടും പോയി. അതൊരു തെറ്റാണോ ആശാനെ? സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം. മകളെ, ഇവർക്ക് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക. വേണ്ട, ഞങ്ങൾ എടുത്ത് കഴിച്ചോളാം. 18 ദോശക്ക് ചമ്മന്തി പോരല്ലോ. പണിതോ എന്റെ തന്തക്കിട്ട് തന്നെ പണിതോ. വിശപ്പിന് തന്തയില്ല തന്നെ. അപ്പൊ ആശാനെ, ചെറുക്കന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ ഉറപ്പിച്ചെന്ന് ഞാൻ ചെന്നങ്ങ് പറഞ്ഞോട്ടെ. താൻ ധൈര്യമായിട്ട് എന്ന് പറയടോ. വാസ്കോയെ, എടാ മഞ്ഞുമേന്ന് റേച്ചലിനെ കാണാൻ വന്ന ആ ബാങ്കുകാരന്റെ കാര്യം ഞാനങ്ങ് ഉറപ്പിച്ചു. ഇത്രയും കാലം ഇവളുടെ കാര്യത്തിന് ഒരു തീരുമാനം ആകട്ടെ എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറി. ഇനി അത് പറ്റില്ല. ദേ, ഇയാള് നിനക്കിണങ്ങനെ ഒരു പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടാ വന്നിരിക്കുന്നത്. നാളെ തന്നെ പോയെങ്ങ് കാണണം. അങ്ങോട്ട് അനുസരിച്ചാ മതി, മറിച്ചൊന്നും പറയണ്ട. ഈ കാര്യത്തിന് ഞങ്ങൾ ആശാന്റെ കൂടെ തന്നെയാ. തലയെ കെട്ടിച്ചു വിട്ടപ്പനെ ഞങ്ങളുടെ ബാധ്യത തീർന്നല്ലോ. തലയെ കൊണ്ടുപോയി പെണ്ണ് കാണിക്കുന്ന കാര്യം ഞങ്ങ ഏറ്റാശാനെ. ഉണ്ട ദോശക്കുള്ള നന്ദിയാന്ന് കരുതിയാ മതി. ഒരു മിനിറ്റ്. അതെ, ഞാൻ കൊണ്ടുവന്ന കേസ് ആയതുകൊണ്ട് ഭംഗി വാക്ക് പറയാനെന്ന് വിചാരിക്കരുത്. ആ കോളനിയിൽ ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. ആണും പെണ്ണുമായിട്ട് അതൊരെണ്ണം മാത്രമേ ഉള്ളൂ. എന്നാലും ആ കുട്ടി സ്വയം അധ്വാനിച്ച് ഡെയിലി 100-500 റുപ്യ ഉണ്ടാക്കും. പട്ടികളെ. ആ പെൺകുട്ടിയുടെ പേര് ലത. ലത, തല തിരിഞ്ഞാൽ ലത, മിസ്സസ് ലത തല. എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ. ആശാനെ, ഞങ്ങൾ വളരെ ഡീസന്റ് ആയിട്ട് നാളെ പെണ്ണ് കാണാൻ പോണാണ്. ഒരു ഡബിൾ ഓംലെറ്റ് വെച്ചേ. തലേ, കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രോക്കറെ പറ്റിക്കേട്ടാ. വേണ്ടടാ, 2 അടി കൊടുത്തു വിടും. എന്ത് കാണിക്കണം? കണ്ണിക്കൊണ്ടില്ല. പെണ്ണിന്റെ വീടെത്തി. നിങ്ങൾക്ക് ഇന്നെങ്കിലും ഒന്ന് വെള്ളടിക്കാതിരുന്നൂടെ? എന്റെ എല്ലാ സ്വഭാവങ്ങളും അവരറിഞ്ഞിരിക്കണം ബ്രോക്കറെ. നമ്മളൊരു പെണ്ണിനെ ചതിച്ചു എന്ന് പറയരുത് ബ്രോക്കറെ. അവർക്ക് ഇഷ്ടമല്ല, അവർ ഒഴിഞ്ഞു പോക്കോട്ടെ. തല പോയി കണ്ടേച്ചു വാ, ഞങ്ങൾക്ക് കുറച്ചുകൂടി പണിയുണ്ട്. തലേ, ഹാപ്പി പെണ്ണുകൾ. കാണണ്ട, കണ്ട ഈ വണ്ടിയിലെ പെട്രോൾ വരെ അയാൾ കുടിച്ചു തീർക്കൂടാ. ഞാൻ പെട്രോൾ ഊറ്റി വെക്കാം.
പിന്നെന്താണ് കുടിച്ചത്? OBR അല്ല, മണവാട്ടി. ഒരു ക്ലൂ തരാവോ? മോളെ ചായ വേണ്ട, 2 കാലി ഗ്ലാസ് മതി. ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ലോകത്ത് ഇതുപോലെ അമ്മായിയപ്പനെ മരുമോനെ ഇനി ഒത്തുകിട്ടും. എടോ ബ്രോക്കറെ, ഇവന്റെ ഒപ്പം മൈക്കിൾ പഠിക്കാൻ ഷാപ്പിൽ പോകുന്ന കാലത്ത്, അല്ല സ്കൂളിൽ പോകുന്ന കാലത്തോട്ടുള്ള പരിചയമായി ഞങ്ങൾ തമ്മില്. ഇതെന്റെ മൈക്കിളിന്റെ മോനാണെങ്കിൽ എനിക്കൊന്നും ആലോചിക്കാനില്ല, ഞാൻ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. അവളെ വാ വാ. ഇതാണ് ആനമയക്കി. അല്ല എന്റെ മോള് പറക്കില്ലെന്ന് പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തു പിള്ളേർക്കും അറിയാം. ക്ലാസ് അവരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ, നമുക്ക് അത്തോട്ട്. മോനെ ഒറ്റയ്ക്ക് തീർക്കരുത്, ഞാനും കൂടെ വന്നിട്ട് കമ്പനിയോട്ട് തീർക്കാം. അങ്ങനെ പെണ്ണ് കണ്ട് ശീലം ഇല്ലാത്തവണ്ട് എന്ത് ചോദിക്കണം അറിഞ്ഞൂടാ. ഈ കൊച്ചോടിക്കുന്ന വണ്ടി ബാക്ക് എഞ്ചിനാ? അതെ. അപ്പൊ കുടുക്കം കുറവായിരിക്കും. എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊച്ചിനറിയാം? ഞാൻ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഒരു തവണ ബ്രാൻഡി ഷാപ്പിന് മുമ്പിൽ വെച്ച് തല്ലുണ്ടാക്കിയില്ലേ? തോപ്പും പടിയിലോ ഫോർട്ട് കൊച്ചിയിലോ രണ്ടിടത്തും വെച്ചുണ്ടായിട്ടുണ്ട്. തോപ്പും പടിയില് അന്ന് തല്ലുണ്ടാളെ എന്റെ ഹോട്ടൽ ആശുപത്രി കൊണ്ടുപോയത്. സോറി, ഇത് അറിഞ്ഞിരുന്നേ ഞാൻ തല്ലില്ലായിരുന്നു. അതിനെന്താ, ഞാൻ തല്ലോസൊക്കെ എടുക്കാറുണ്ട്. ചേട്ടനെ തലേന്നല്ലേ എല്ലാരും വിളിക്കുന്നേ? അയ്യോ, ഈ കൊച്ചിനെല്ലാം അറിയാം. തല എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? അയ്യോ കൊച്ചെ, അപ്പൻ നിർബന്ധിച്ചോണ്ട് മാത്ര. എനിക്കറിയാം എന്നെ പോലെ കള്ളുകൂടിയനെയും തെമ്മാടിയെയും കൊച്ചിന് പറ്റൂല. എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അപ്പനോട് ധൈര്യമായിട്ട് പോയി പറഞ്ഞോ? അത് വേണ്ട, അങ്ങനെ പറഞ്ഞ അപ്പൻ എന്നെ തല്ലു. എല്ലാം മറച്ചു വെച്ചോണ്ട് അപ്പൻ എന്നെ തലയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. ഞാൻ പുഞ്ചിരി ബസ്സിലെ സുനിലായിട്ട് ഇഷ്ടത്തിലാ. അടുത്തടുത്ത് ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് തലയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ദയവ് ചെയ്ത് അപ്പനോടൊന്ന് പറയണം. അതൊക്കെ മോശമല്ലേ? നിങ്ങളെ കല്യാണം നടത്തി തരാൻ പറഞ്ഞപ്പോ അതിന് സുനിൽ വേറെ ജാതിക്കാരനായതുകൊണ്ട് അപ്പൻ അതിനൊന്നും സമ്മതിക്കൂല. അപ്പനെ 2 കൊടുത്താൽ സമ്മതിക്കോ? അയ്യോ, അതൊന്നും വേണ്ട. അല്ല, ചോദിച്ചതേ ഉള്ളൂ. തലയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാ മതി. മതി 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 മതി, ഇനി എല്ലാം മനസ്സമ്മതത്തിനാകാം. എന്റെ മോളെ ഇഷ്ടപ്പെട്ടൊന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവളെ ഈ കോളനിയിലെ എല്ലാ ചെറുപ്പക്കാർക്കും അല്ല, എല്ലാം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. എന്റെ പേരില് കുറെ പോലീസ് കേസൊക്കെ ഉള്ളതാ. എടാ, ആണുങ്ങളായാൽ അടിയും കേസും ഒക്കെ ഉണ്ടാവും. ട്രാഫിക് പോലീസുകാരന്റെ അപ്പനെ വിളിച്ചൊരു കേസ് എന്റെ പേരിലും ഉണ്ട്. കുറച്ചാൾ ചിലപ്പോ അകത്ത് പോയി കിടക്കേണ്ടി വരും. എനിക്കും അകത്ത് പോകേണ്ടി വരുമല്ലോ. അപ്പൊ കെട്ടങ്ങോട്ട് നടത്തിയേക്കാം. പിന്നെ നമുക്ക് ഒരുമിച്ച് പരോളിൽ ഇറങ്ങിയാൽ മതിയല്ലോ. നമ്മളെ ആരെങ്കിലും തിരക്കുകയാണെങ്കിൽ ആ ചെറുക്കനും അപ്പനും ദുബായിലാണെന്ന് അവള് പറഞ്ഞോളൂ. അല്ല, അത് മോനൊന്നും പറയണ്ട. മോന്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോൻ പലതും പറഞ്ഞു ഒഴിയുന്നു. ഞങ്ങളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ എന്റെ മരുമകൻ? പാമ്പ് കടിച്ചതാ, അത്രേ ഉള്ളൂ. അപ്പ ഇതുകൂടെ അങ്ങ് പിടിപ്പിച്ചേ. മാറിയടാ, മതിയെങ്കിൽ മതി. അപ്പനെ നീ ഇങ്ങനെ സ്നേഹിച്ചും കൊല്ലല്ലേ. ഐശ്വര്യമായിട്ട് ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ടെ. എന്താടാ? മരണശേഷം എന്റെ കണ്ണ് ദാനം ചെയ്യാനുള്ള ഒരു സമ്മതപത്രം. നിന്റെ കണ്ണ് ദാനം ചെയ്യുന്നതിന് ഞാൻ അതെ. അപ്പം കാരണമാണല്ലോ എനിക്ക് ഈ കണ്ണും മൂക്കൊക്കെ കിട്ടിയത്. അതുകൊണ്ട് അപ്പൊ ഇതിൽ ഒപ്പിടാതെ ഞാൻ കണ്ണ് ദാനം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. എടാ, ഞാൻ പറയുന്നത് കേക്ക്. എടാ മോനെ, മരണശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിനു മുമ്പെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ സമ്മതിച്ചേക്കല്ലേ? ഇല്ലപ്പാ. എടാ, അത്യാവശ്യക്കാര് കാണും, ചോദിച്ചാൽ നീ കൊടുക്കരുത്. ഇല്ല. ഏതായാലും ഒരു നല്ല കാര്യത്തിനല്ലേ അപ്പന്റെ കണ്ണുടങ്ങ് എഴുതി. അതിന് വേറെ പേപ്പറിൽ ഒപ്പിടണം. അപ്പൻ ആദ്യം ഇതിൽ ഒപ്പിട്. കണ്ടാടി, എന്റെ മോന്റെ സ്നേഹം കണ്ട. അവ അപ്പന്റെ അനുവാദം വാങ്ങാതെ സ്വന്തം കണ്ണൂരും കൊടുക്കൂല. മക്കളെ വളർത്തുന്നെങ്കിൽ ഇങ്ങനെ വളർത്തണം.
അങ്ങനെ അപ്പനിട്ട് പണി കൊടുത്തല്ലേ? നിനക്കൊക്കെ വേണ്ടി അതും ചെയ്യേണ്ടി വന്നു. ഇവനെ ആദ്യം കൊല്ലേണ്ടത്. അവന്റെ ഒരു മലേഷ്യയും വാസൂട്ടനും. കൊണ്ടുവന്ന് കൊടുക്കണം 3-4 ലക്ഷം രൂപ. കാശ് അടിച്ചോണ്ട് പോയത് നിന്റെ ബന്ധുക്കാരനല്ലേ? അയ്യോ, അങ്ങനെ ബന്ധമൊന്നുമില്ല. അമ്മാവന്റെ മോനല്ലേ? അമ്മാവന്റെ മോൻ എന്താ ബന്ധമല്ലേ? ആയ് വകയിലൊരു അമ്മാവനാണെന്ന്. എന്ത് അവനെ ഒന്നും ചെയ്യണ്ടേ, അവനെ ഇവിടെ. ഓട്ടോ ചാർജ് ഇക്ക പോലീസ് കോൺസ്റ്റബിളാ. PC എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാഷ്. വണ്ടി എടുത്തോണ്ട് പോടാ. അവൻ പടക്കം കൊടുക്കണം. അയ്യോ വേണ്ട. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായ്പ കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ? എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. ഇത് കണ്ടോ, പുതിയ കൊട്ടേഷന്റെ അഡ്വാൻസ് 10,000. അതിന് നിങ്ങളുടെ സഹായം ചോദിക്കാനാ ഞാൻ വന്നത്. കാശിന് വേണ്ടി ന്യായമല്ലാത്ത കാര്യത്തിന് വെട്ടാനോ കുത്താനോ ഒന്നും ഞങ്ങളെ കിട്ടും. ഇത് ആ ജാതി കേസൊന്നും അല്ലെന്നേ. പിന്നെ സിനിമാക്കാർക്ക് ശല്യമൊന്നും കൂടാതെ ഷൂട്ടിംഗ് നടത്താൻ നമ്മൾ സഹായം ചെയ്തു കൊടുത്താൽ മതി. ഷൂട്ടിങ്ങാ? ഒരു റോള് എനിക്കൂടെ വാങ്ങിച്ചു തരണേ. അല്ല, ആരാ നായകൻ? നായകനെ കുറിച്ച് ആരാലോചിക്കുന്നു? നായികയല്ലേ നമുക്ക് പ്രധാനം. ആരാ നായിക? മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. ആര്? നമ്മുടെ എല്ലാ രോമാഞ്ചമായ ഷക്കീല. എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കി തരാം. എന്താ ഈ വെട്ടി വെട്ടിക്കളയുന്നു? നിങ്ങളോട് പറഞ്ഞത് യവന്മാരോട് പറഞ്ഞാ മനസ്സിലാവൂലേ? പേടിക്കണ്ട, എല്ലാം നമ്മുടെ ഷക്കീല ചേച്ചിയുടെ ഫാൻസാ. ഇരിക്കൂ. അല്ല സാറേ, സാറിന്റെ പടത്തിൽ അഭിനയിച്ചിരുന്ന അഭിലാഷയും സജനയും ഒക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവരെ കൂടെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ലേ? നോക്കാം. ഓക്കേ. സാറേ, എന്റെ ഷോട്ട് എപ്പോഴാണ്? ആദ്യമായിട്ട് അഭിനയിക്കണേ ഒരു ടെൻഷൻ. പേടിക്കണ്ട, ചക്കയില വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തുടങ്ങാം. ഇതെന്താടാ ശവപ്പെട്ടി എണീറ്റ് വന്നതാ? തലേ ഒന്നിങ്ങി വന്നേ. ഒരു കാര്യം പറയട്ടെ. തല പറഞ്ഞ ഡയറക്റ്റ് കേൾക്കും. ഈ ശാസ്ത്രജ്ഞന്റെ വേഷത്തിന് പകരം ആ റേപ്പിസിന് സംഘടിപ്പിച്ച് തരാമോ? വൃത്തികെട്ടവനെ, നിനക്ക് നാണല്ലടാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ആ സീൻ എനിക്ക് വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ? ഞാൻ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന കണ്ടില്ലേ? സോറി, ഞാനത് അറിഞ്ഞില്ല. ഇവിടെ ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് റോള് നിന്റെയാ. നീ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞനാ. അങ്ങനെ നീ വിട്ടു 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 വിട്ട് അവസാനം തളർവാദം വന്ന് കിടക്കുമ്പോ തടവുകാരിയായി ഷക്കീലെത്തുന്നു. ജയിലിന്ന ഇവിടെ ആയുർവേദ തടവുകാരി. അവർ എണ്ണത്തോണിയിൽ നിന്നെ തടവിയും കിടത്തിയും നിന്റെ തളർവാദം ഭേദപ്പെടുന്നു. അവസാനം നീ റോക്കറ്റ് വിടുന്നിടത്ത് പടം ഫിനിഷാ. എന്താ ബെസ്റ്റ് റോളല്ലേ? റോളൊക്കെ ബെസ്റ്റാ, പക്ഷെ മര്യാദക്ക് തടവിയാ മതി. മോനെ ഷക്കീല വന്നാ? അയ്യാ, ഷക്കീലെ കാണാൻ പറ്റിയ പരുവം. തിരക്കേടപ്പെട്ട അമ്മ ഗില്ലുപൊടിയാവതും മറിക്കണം. ഹലോ, ഹായ്. ഹലോ സർ. ഞാൻ ചേച്ചിയുടെ ഒരു ആരാധകനാ. കിന്നാരത്തുമ്പികളെ ഞാൻ 3 പ്രാവശ്യം കണ്ടു. Really? So nice of you. അങ്ങനെയൊന്നുമില്ല, കൂടെ ഒരു ഫോട്ടോ എടുത്താൽ മതി. എടുത്തോട്ടെ. പിന്നെന്താ, 1 minute, ഞാൻ ഡ്രസ് മാറ്റിട്ട് വരാം. റെഡി? ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. എന്റെ കൂടെ ഷക്കീലായിട്ട് ഫോട്ടോ എടുക്കുന്ന 50 രൂപ. ഷക്കീലെ ഫോട്ടോ 50 രൂപ. ഷക്കീലായിട്ട് ഫോട്ടോ.
ചേട്ടാ ഒന്ന് മാറിക്കോ, ഒന്ന് മാറിക്കേട്ടാ. പാർക്കിൽ വെച്ച് കണ്ടു. ഓക്കെ, മനസ്സിലായല്ലോ. എന്റെ അമ്മോ, അങ്ങനെ ഈ മുതലിനെ ഒന്ന് കാണാനും പറ്റി. പ്രേമീന്ന് മാറിക്കണോ ഡാഡാ? അല്ല, ഒളിച്ചോടുവെന്ന് പറഞ്ഞിട്ട് ഓടിയില്ലേ? ഒന്നിങ്ങി വന്നേ. ആളുകളുടെ ഉള്ളിച്ചാണ് ഇങ്ങനെ ഒരു വിളിച്ചു പോകുന്നേ. ആരെങ്കിലും ചെന്ന് അപ്പനോട് പറഞ്ഞു കൊടുത്ത് എന്ത് ചെയ്യും? അതെ, ഓടുന്നെങ്കിൽ വേഗം ഓടണം. അപ്പൻ എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചോണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ട് വേണം എനിക്ക് പോവാൻ. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, കൊച്ചെന്നെ വിശ്വസിച്ചോ. എന്നെ വിശ്വസിക്കുന്നില്ല, എനിക്ക് യാതൊരു വിരോധവുമില്ല. എങ്കിൽ എനിക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ? കൊച്ചിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ ജീവിതം വരെ തുലയ്ക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നുമില്ലെങ്കിലും ഞാൻ ആദ്യമായി പെണ്ണ് കണ്ട കൊച്ചല്ലേ. എങ്കിൽ നാളെ വൈകിട്ട് 5 മണിക്ക് ബീച്ചിൽ വെച്ചൊന്ന് കാണാൻ പറ്റുമോ? നാളെ വൈകിട്ട് 5 മണിക്ക് എനിക്ക് വേറെന്താ പണി? തീർച്ചയായിട്ടും കാണാം. നാളെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അപ്പനുള്ള ചായ തിളപ്പിച്ച് വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. സുനിയായിട്ട് ഒറ്റപ്പാലത്ത് പോയി രജിസ്റ്റർ ചെയ്യാനാ പരിപാടി. സുനിയുടെ അമ്മാവന്റെ വീട് അവിടെയാ. അങ്ങനെയാണെങ്കിൽ രാത്രി സ്ഥലം വിടാൻ പാടില്ലേ? സന്ധ്യാകുമ്പോ തന്നെ ചാക്കോച്ചന്റെ വാള് വെച്ച് കിടന്ന് ഉറക്കാവൂലേ? അതെന്താന്നാ, രാത്രി പോയി എവിടെയെങ്കിലും ഒരുമിച്ച് താമസിക്കേണ്ടി വരും. അത് വേണ്ട. ഇതാകുമ്പോ പുലർച്ചെ എഴുന്നേറ്റ് പോയാൽ നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം നടത്താലോ. അപ്പൊ കൊച്ചിന്റെ ബുദ്ധിയുണ്ട്. അതിരിക്കട്ടെ, ഞങ്ങൾ എന്ത് സഹായം ചെയ്തു തരണ്ടേ? ഞാൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാ ഞാനും അപ്പനും ഇത്രയും കാലം ജീവിച്ചു പോകുന്നത്. ഞാൻ പോയി കഴിഞ്ഞാലും എന്റെ അപ്പം പട്ടിണി ഇറക്കാൻ പാടില്ല. ഓട്ടോ അപ്പനെ ഏൽപ്പിച്ച് പോവാന്ന് വെച്ചാ അപ്പൻ അത് വിറ്റ് കള്ളു കുടിക്കും. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. ഈ ഓട്ടോ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ട് ആ പണം നെത്തിച്ചെലവനായിട്ട് എന്റെ അപ്പന് കൊടുക്കണം. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? ഞാൻ വിചാരിച്ചു തടങ്കലിൽ കിടക്കുന്ന കാമുകനെ കടത്തിക്കൊണ്ടുവന്ന് ഒരു ചേസ്, ഒരു ഫൈറ്റ്. അയ്യേ, വെറുതെ കൊതിപ്പിച്ച് കളഞ്ഞല്ലേ കൊച്ചെ. ഓട്ടോ വാടകയ്ക്ക് കൊടുക്കുന്ന കേസൊക്കെ കേസൊക്കെ ഇവനെ ഏൽപ്പിച്ചാൽ മതി. ഇല്ല, ഈ ഓട്ടോ ഞാൻ ആർക്കും വാടക കൊടുക്കില്ല. ഈ ഓട്ടോ ഇന്നു മുതൽ ഞാൻ ഓടിച്ച് ഇതിന്റെ വാടകയും ലാഭവും ഞാൻ ചാക്കോച്ചേട്ടന് കൊടുക്കും. കാരണം എന്താ? എന്റെ തലക്ക് ജനിക്കാതെ പോയ അമ്മായി അപ്പനാണ് ചാക്കോച്ചേട്ടൻ. വല്ലതും മനസ്സിലായി കുട്ടിക്ക്. അപ്പന്റെ കാര്യം ഓർത്ത് കൊച്ചു വിഷമിക്കണ്ട. കൊച്ചിന്റെ അപ്പനെ സ്വന്തം മോനെ പോലെ ഞാൻ നോക്കിക്കോളാം. കൊച്ചു ഇഷ്ടപ്പെട്ട ചെറുക്കൻ്റെ കൂടെ പോയി ധൈര്യമായിട്ട് ജീവിക്ക്. അയ്യേ, അങ്ങനെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ പ്രേമം മൂത്തിട്ട് ഒളിച്ചോടുന്നൊന്നുമല്ല. നിവർത്തിയേടുകൊണ്ടാ. സത്യം പറഞ്ഞ ആദ്യമൊക്കെ ഈ സുനിയെ കാണുന്നതേ എനിക്ക് വെറുപ്പായിരുന്നു. പിന്നെ മാസങ്ങളോളം പുറകെ നടന്ന് ശല്യം ചെയ്തപ്പോ ഏതോ ഒരു നിമിഷത്തില് പെട്ടുപോയതാ. ഇപ്പൊ കൂടെ ചെന്നില്ലെങ്കിൽ ചത്തുകളെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയാ. ആ കാലമാടം പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാലേ പിന്നെ മനസ്സമാധാനം ഉണ്ടാവും. അത് ശരിയാ. അതുകൊണ്ടാ ഞാൻ പോകാൻ തീരുമാനിച്ചേ. വണ്ടിയുടെ RC ബുക്കും താക്കോലും. എന്റെ ഓട്ടോ ഭഗവതി കാത്തിരക്ഷിക്കണേ. ഇങ്ങടെ വരിക അമ്മേ, ബജാജ് മഹാമായി കാത്തിരക്ഷിക്കണേ. വണ്ടി എന്നും കഴുകണം. സോപ്പിട്ട് കഴുകി ഞാൻ. പിന്നെ ചറ പറയാന്നൊന്നും ഗിയർ ഇടരുത്. ഗിയർ ഇടത്തേ ഇല്ല. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാവോ? ഈ കോളനിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരുത്തൻ ഇവ മാത്രമേ ഉള്ളൂ. കൊച്ചു ധൈര്യമായിട്ട് വയ്ക്കോ. പിന്നെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കാത്തതിൽ തലയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ? വിഷമമില്ലാന്നൊന്നും പറയാൻ പറ്റൂല, എന്നാലും സാരമില്ല. സുനിയെ പരിചയപ്പെടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. എനിക്ക് കൊച്ചിന്റെ അവസ്ഥ മനസ്സിലാവും, സാരമില്ല. കൊച്ചു പൊയ്ക്കോളൂ. പാവം ഒരു പൊട്ടിപ്പെണ്ണാവള്. കൊണ്ടുപോകുന്നവൻ അവളെ മര്യാദയ്ക്ക് നോക്കിയാൽ മതിയായിരുന്നു. എന്താ ഒരു വിഷമം പോലെ? വിഷമൊന്നുമില്ലടാ. എന്നാലും ആദ്യമായിട്ട് ഞാൻ പെണ്ണ് കണ്ട കൊച്ചല്ലേ, അത് വേറൊരുത്തന്റെ കൂടെ പോകുന്നു പറഞ്ഞപ്പോ എന്തോ ഒരു ഇത്. അവള് പോണെങ്കിൽ പോട്ടതല്ലേ, അവളുടെ RC ബുക്ക് നമ്മുടെ കയ്യിലായില്ലേ. ബാങ്കിലെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിട്ടേ ദൈവം ഒരു വഴിയൊപ്പിച്ചെന്നാണ്. നമുക്ക് നാളെ തന്നെ ഈ ഓട്ടോ വിറ്റ് ക്യാഷ് ആക്കണം തല്ലേ. ഓട്ടോ വിൽക്കാനോ? വൃത്തികെട്ടവനെ, കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാതെ. നമുക്ക് ഈ ഓട്ടോ പണയം വെച്ചാ പോരെ? RC ബുക്ക് പണയം വെച്ച വകയിൽ 25,000. അച്ഛന്റെ വല മറിച്ച് വിറ്റതിൽ 3,000. അല്ലറ ചില്ലറ കൊട്ടേഷൻ വകയിൽ 5,000. അങ്ങനെ ആകെ മൊത്തം 33,000 രൂപയായി. ഒരു 2-3 RC ബുക്ക് കൂടെ സംഘടിപ്പിക്കാൻ പറ്റൂടെ? നാളെ മുതലേ കംപ്ലീറ്റ് വനിതാ ഓട്ടക്കാരികളെ പോയി പെട്ട് കണ്ടാലോ? ആ തലക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട. ഏതായാലും ആ ബാങ്ക് മാനേജർക്ക് ഉള്ളത് കൊടുത്തിട്ട് പോയി കാല് പിടിക്കാം. 33,000 കുരുവ. ഇതും പൊക്കി പിടിച്ചോണ്ട് എന്റെ മുമ്പ് വരെ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എടുത്തോണ്ട് പോടാ. പലിശ സഹിതം 4,12,000 രൂപ കൊണ്ടുവരാതെ ജപ്തി ഒഴിവാക്കുന്ന പ്രശ്നമില്ല. എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. ഞാനൊരു 100 കൂടി വെച്ചു. കൊണ്ടുപോടാ. 100-200 വെക്കാതെ എന്താ മുച്ചിട്ട് കളിയെന്നോ? സാറേ,
ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ഞങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയാ തല ഈ കട മുഴുവൻ വരുത്തി വെച്ചത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ വീട്ടിക്കോളാം. സത്യമാണ് സാറേ, ഇത് സത്യം അല്ലെങ്കിൽ ഈ സാറിന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. സാർ ഒരു അല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. ഇറങ്ങടാവളിയിലെ നിന്നെ പോലുള്ള അലവലാദികളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെ വേണം തല്ലാൻ. സാർ ഈ ചെറിയ ശരീരം വെച്ച് ഇങ്ങനെ ചൂടാവല്ലേ. 33,000 രൂപ ഒന്നും ആവില്ലെന്നറിയാം. എന്നാലും തൽക്കാലം ഇത് പലിശ ഇനത്തിൽ കൂട്ടിക്കണം. എന്നിട്ട് 2 മാസം സമയമെങ്കിലും സാർ എനിക്ക് തരണം. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. പ്ലീസ് സാർ. തല ആരുടെ മുമ്പിലും ഇങ്ങനെ താഴാറില്ല. താഴെ 2 മാസത്തെ സമയമല്ലേ ചോദിച്ചുള്ളൂ. ഒന്ന് സമ്മതിച്ചു തരണം സാർ. ഒരു നിവർത്തിയില്ല. തലയും വാലും ഒക്കെ വേഗം പോകാൻ നോക്ക്. ബാങ്ക് നടപടികൾ അതിന്റെ രീതിയിൽ അങ്ങ് നടന്നോളൂ. പറഞ്ഞത് കേട്ടില്ലയോ? ഇറങ്ങി പോടാ. വേണ്ട, അതിനുള്ള സമയമായിട്ടില്ല സാർ. 2 മാസം കൂടെ നമുക്ക് സമയം തരും. സാറിന്റെ ഭാര്യ ജോലി കഴിഞ്ഞ് ഒറ്റയ്ക്ക് തിരിച്ചു വരുന്ന ഇടവഴിയിൽ വെച്ചാ പണ്ടൊരു പെണ്ണിനെ ആരാണ്ട് തട്ടിക്കൊണ്ടു പോയത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ സാർ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. പരാക്രമം സ്ത്രീകളോടല്ല. ശരിയാ. +2 പഠിക്കുന്ന ഒരു മോനില്ലേ സാറിന്? ആ മോൻ സ്ത്രീ അല്ലല്ലോ. ആ കൊച്ചൻ ബൈക്കേന്ന് വീണ് കയ്യോ കാലോ ഒടിഞ്ഞ് ആർക്കെങ്കിലും ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? മിസ്റ്റർ തല, ഒന്ന് മനസ്സിലാക്കണം, ഇത് ഞാനായിട്ട് മാത്രം എടുത്ത തീരുമാനമല്ല. ബോർഡ് മീറ്റിംഗ് അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. ഏതായാലും ഒരു മാനസിക പരിഗണന വെച്ച് 1 ആഴ്ച കൂടി ഞാൻ സമയം തരാം. എന്തേ? 1 ആഴ്ച കൊണ്ട് തരാൻ പറ്റുമോ അറിയില്ല. ഏതായാലും ഇനി 1 ആഴ്ച കഴിഞ്ഞ് വീണ്ടും നീട്ടി തന്നാ മതി. അതുവരെ ഈ ഉരുപ്പടി ഇവിടെ ഇരിക്കട്ടെ. പേടിയാണെന്ന് കരുതെടുത്ത് വലിക്കരുത്. എവിടെ? അവനോ? കോരി തരട്ടെ. ബസ്സിലെ പണിക്കാരെല്ലാം നമ്മുടെ ബന്ധത്തെ കുറിച്ച് ചോദിച്ചു. ഞാനുള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. അടുത്ത ആഴ്ച ഒറ്റപ്പാലത്ത് പോയി നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നൊക്കെ. എന്തിനാ ഒറ്റപ്പാലത്ത് പോണേ? ഇവിടെ രജിസ്റ്റർ ചെയ്താ പോരെ? അതുപോരാ, ഒരു യാത്ര ചെയ്താലേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരു മൂഡ് വരൂ. വേഗം കഴിക്കും, ഒന്നുകൂടെ പറയാ. ഞാനിപ്പ വരാവേ. ഇവക്ക് വരാൻ കണ്ട നേരം. വഴി ബ്ലോക്ക് ആയിരുന്നല്ലേ, സോറി. ഇത് വഴി പോകാം. എങ്ങോട്ടാ ഞാൻ പോകുന്നേ? ഇതിനെ മൂത്രം വെച്ചിട്ട് വരാം. വാടാ ഇങ്ങോട്ട്. മൂത്രം ഇത്തിരി കഴിയുമ്പോ താനെ പൊക്കോളും. ഇതെല്ലാം എന്റെ സ്വന്തം അളിയന്മാരാ. കുടുംബ പ്രശ്നമാണ്. കുട്ടി പൊക്കോളും, ഞാൻ അവരെ വീട്ടിലാക്കിട്ട് ഉള്ള ചാരിത്രം കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഇതവന്റെ സ്ഥിരം കലാപരിപാടിയാ. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? അമ്മയാ മാമാ സുനി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കോളനി വന്ന് പെമ്പിള്ളാരെ വളക്കരുതെന്ന്. നീ അവിടെ നിയന്ത്രണ രേഖ ലംഘിച്ചു. വനിതാ കമ്മീഷന് പോകാൻ നേരമില്ലാത്തതുകൊണ്ടും ഉടനടി ആക്ഷൻ എടുക്കാൻ വേണ്ടിയും ഈ കൊച്ചു ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നു. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ മാനം കാക്കാൻ വേണ്ടി മോനെ സുനി, നിന്നെ ഞങ്ങൾ പഞ്ഞിക്കിടാൻ പോവാണ്. നീ സഹകരിക്കണം. തൊട്ടുപോകരുതന്നെ, എല്ലാത്തിനെയും കുത്തി പുറന്നളയും. നിന്റെയൊക്കെ ഗുണ്ടായുസം കാരണം മനുഷ്യന് മാന്യമായിട്ടൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല നായടാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പെമ്പിള്ളേരെ പ്രേമിക്കുകയും വളയ്ക്കുകയും ചിലപ്പോ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. നീ എന്തോ യോടാ വേണ്ടി വന്ന നിന്റെ പെങ്ങളെ പൊക്കും. അയ്യോ അയ്യോ, ഇങ്ങനെ വിരോധികളെ പോലെ തല്ലരുത്. റൈറ്റാ ലെഫ്റ്റാ? ഓടിക്കരുത്, ഓടിക്കരുത്. ആ കൈ നേരത്തെ ഓടിക്കലാണ്. ഓടിക്കരുത്. അയ്യോ ആ ഗുജറാത്തി പയ്യനെ കൊന്ന ആരാ? ഇത് എന്നെ തല്ലല്ലേ സാറേ, ഞാൻ പറയാം. എങ്കിൽ പറയടാ, ആരാ? സതീശനാ. ഏത് സതീശൻ? സസ്പെൻഷനിലിരിക്കുന്ന പഴയ CI നടേശൻ സാറിന്റെ അനിയൻ. മറ്റാരെ രക്ഷിക്കാൻ വേണ്ടി അവർ കള്ളം പറയാൻ സാർ. സസ്പെൻഷനിലാണെങ്കിലും നടേശൻ സാർ പൊളിറ്റിക്കലായി പിടിപാടുള്ള ഒരു മാന്യനാണ് സാർ. CI നടേശൻ വളരെ മാന്യനാണെന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പോലും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ സസ്പെൻഷനിലായത്.
പോലീസിന്റെ യൂണിഫോമിൽ വിലസിയിരുന്ന ക്രിമിനൽ നേതാവ്. അയാൾക്ക് നേരെ തിരിയാൻ തന്നെപ്പോലുള്ളവർക്ക് പേടിയുണ്ടാവും. അതുകൊണ്ട് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങിച്ചോണ്ട് താൻ അയാൾക്ക് ഓശാന പാടിക്കും. ഞാൻ അവനെ കുരിശിലേറ്റാൻ തീരുമാനിച്ചു. CI മോഹൻദാസ്. സസ്പെൻഷനിലിരിക്കുന്ന ഒരു ഓഫീസറെ അതേ റാങ്കിൽ സർവീസിലിരിക്കുന്ന ഒരു ഓഫീസർ സല്യൂട്ട് ചെയ്യേണ്ട കാര്യമല്ലെന്ന് അറിയാം. എന്നാലും ഇനിയൊരു സല്യൂട്ട് കിട്ടാൻ സാറിന് യോഗം കാണാത്തോണ്ട് ഞാൻ ഫ്രീ ആയിട്ട് തന്നതാ. സുഖിച്ച വെറുതെ നിന്ന് മഴ നനയാതെ വന്ന കാര്യം പറയാം. എവിടെയാ നിന്റെ അനിയനെ ഒളിപ്പിച്ചിരിക്കുന്നേ? അവനെ എനിക്കെങ്കിൽ തന്നേര്, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. തന്നില്ലെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. സാറ് പോ. സാറിനേക്കാൾ വലിയ സാറുമാരുടെ അഭ്യാസ നമ്പറൊക്കെ കണ്ടു വളർന്നവൻ തന്നെയായി നടേശൻ. യൂണിഫോം ഇല്ലെങ്കിലും അങ്ങ് മന്ത്രിമന്ദിരത്തിലിരിക്കുന്ന പല വമ്പന്മാരുടെയും ചരട് ഇപ്പോഴും നടേശന്റെ കയ്യിൽ തന്നെയാണ്. ഇതൊക്കെ പത്രക്കാരുടെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. വിത്ത് പ്രൊമോഷൻ ഈ നടേശൻ തിരിച്ചു വരും. അന്നടിക്കേണ്ട സല്യൂട്ടിന്റെ ഒരു റിഹേഴ്സൽ മാത്രമേ നീ ഇപ്പൊ ചെയ്തോളൂ. നടേശൻ എന്ന ഗുണ്ടാ പോലീസിന്റെ സസ്പെൻഷൻ ഡിസ്മിസലാക്കാൻ നീ അധികം നാൾ വേണ്ടി വരില്ല. നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചു കഴിഞ്ഞു. ആദ്യം നിന്റെ അനിയനെ പൊക്കും, പിന്നീട് അവനെ കൊണ്ട് തന്നെ നിന്റെ എല്ലാ കഥകളും ഞാൻ പറയിപ്പിക്കും. അവനെ പൊക്കാൻ മാത്രം ചങ്കുറപ്പ് നിനക്കുണ്ടടാ? ഉണ്ടടാ. എങ്കി വന്ന് പൊക്കടാ. വണ്ടി എടുക്കടാ. വേണ്ടടാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇങ്ങോട്ട് വന്നേ മക്കളെ. ഇത് കളി വേറെയാ, നോക്കിയേ. ഇനി ഇവിടെ നിൽക്കണ്ട, വിട്ടു. മോളെ ഇവിടെ നിൽക്കണ്ട, നിന്നാ കുഴപ്പം.
നിന്റെ അച്ഛൻ ചത്തിട്ട് വായിച്ചാ മതി. എനിക്ക് പോണോന്ന്. ചോര ശരിക്കും പോട്ടടാ, ദുഷിച്ച ചോര ശരിക്കും പോട്ടടാ, എന്നാലേ ഇവന്റെ ദുഷ്ടത കുറയുള്ളൂ. നീ നോക്കണ്ടടാ, നിന്റെ അച്ഛൻ ഇതുപോലെ ചോര തുപ്പി തന്നെ ചത്തത്. അതിൽ നിനക്ക് അഭിമാനിക്കാവിടാ. തള്ളതെ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ല കടലിൽ കൊണ്ട് തള്ളി ഞാൻ നീന്തി പോരോടാ പട്ടി. ഇതിനെ ഞാൻ സ്വബോധമില്ലെങ്കിൽ വല്ല മുറി കൊണ്ട് പൂട്ടി തിന്നാനും കുടിക്കാനൊക്കെ അവിടെ കൊടുത്താൽ മതി. എന്തായി? ഭാഗ്യത്തിന് സംഭവ സ്ഥലത്ത് എത്തിയത് എസ് ഐ അനില. മുരുകനെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേസിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ കൊല്ലപ്പെട്ടത് ഒരു പോലീസ് ഓഫീസറാ. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എല്ലാരും കൊടുക്കും. ആ ഓട്ടോയിൽ വന്ന ഫാമിലി എല്ലാം കുഴപ്പത്തിലാക്കിയത്. ഇല്ലെങ്കിൽ മുരുകനെ രക്ഷപ്പെട്ടാനെ. അവരാരാന്ന് അന്വേഷിച്ചിട്ട് പോയി പണിയടാ. ആദ്യം രക്ഷപ്പെടാനുള്ള വഴി നോക്ക്, എന്നിട്ടാകാം പകപോക്കലൊക്കെ. വക്കീല് പറഞ്ഞാണ് ശരി. പോലീസിന് CI മോഹൻദാസിനെ കൊന്ന പ്രതിയാണ് ആവശ്യം. അതെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വെറുതെ ഇരിക്കൂ. അവരെല്ലാം ചകഞ്ഞ് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ പേടിക്കണ്ട, എല്ലാത്തിനും വഴിയുണ്ട്. നരകാസുരന് കുട്ടിച്ചാത്തൻ കൂട്ട്. പോലീസുകാരനെ പോലീസുകാരൻ തൂക്കിക്കൊന്ന വക്കീലിന് പീസില്ല. മുടിയാനായിട്ട് വയസ്സാം കാലത്ത് തള്ള ഉരുട്ടല്ലേ.